രണ്ട്, പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ മൗനത്തിലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്ന് തോന്നി. നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ നോക്കി നിൽക്കുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിഷയം ഒരു വിഷയമല്ലാതാക്കി പ്രധാനമന്ത്രി മാറ്റിയത്? അത് ഏത് സാഹചര്യമാണ്? കേരളത്തിൽ ആകമാനമുള്ള ഇപ്പോൾ സംസാരം എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് CPM-നെ നോവിക്കണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ എപ്പോഴും വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വലിയ നേതാവ്, പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ച, ഏറ്റവും പ്രയാസപ്പെടുത്തിയ ഈ സംഭവം എന്തുകൊണ്ട് പ്രതികരണ വിഷയമായില്ല എന്നുള്ള കാര്യം BJP വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയമല്ലേ എന്നവർ പറയണത്? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമല്ലേ? ആ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ കൊടിമരത്തിൻ്റെ കാര്യം എടുത്തുവിട്ട് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ഗവൺമെൻറ്. ഇത് ഞങ്ങളെ മാത്രമല്ല, കോൺഗ്രസും കൂടെ ഈ പങ്കാളിയാണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരം പോലെ അതിൽ വിധി വന്നിരിക്കുകയാണ്. അതിൽ യാതൊരു സത്യവും ഇല്ല എന്നുള്ളത്. അപ്പോൾ തങ്ങൾക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ, തങ്ങളുടെ പാർട്ടിക്കാർ ജയിലിലായപ്പോൾ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആയുധം ഒളിഞ്ഞ് പാളീസായിപ്പോയി. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. BJP-യും CPM-ഉം തമ്മിൽ വ്യക്തമായ ധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതിന് തെളിവാണ് ഈ കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് വരെ ഈ FCRA അമെൻമെൻറ്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല.